ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ചെയ്യണത്. അപ്പോൾ ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ എങ്ങനെയാണ് നമുക്ക് ചെറുപയർ പൊടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതെന്നാണ്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെറുപയർ പൊടി വെച്ചിട്ടുള്ള ഒരു കുഞ്ഞ് ഫേസ് പാക്ക് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ചെറുപയറിൻ്റെ പൊടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി ഫേസ് വാഷ് പൗഡറായിട്ടും കൂടി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നമ്മുടെ ബാക്കിയുള്ള വീഡിയോസും കൂടി ഒന്ന് നിങ്ങൾ കണ്ടു നോക്കണം. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മളുടെ ചെറുപയർ പൊടി ഉണ്ടാക്കാനുള്ള ചെറുപയറാണ് എടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിനങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നും ഇല്ല, നമ്മൾ വേറെ ഒന്നും അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കണമെന്നില്ലല്ലോ. അപ്പോൾ ഉണ്ടാക്കുന്നത് മാത്രം എങ്ങനെയാണെന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾക്ക് എന്തോരം ക്വാണ്ടിറ്റി വേണോ അത്രയും ക്വാണ്ടിറ്റി എടുത്ത് വെക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്യണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ആ ചെറുപയർ ഒന്ന് കഴുകി എടുക്കണം നമുക്ക്. അതായത് ഇപ്പോൾ ആ ചെറുപയറിൽ ചിലപ്പോൾ നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട് അത് ഉണ്ടാക്കുന്ന ആൾക്കാരില്ലേ, അവർ പച്ച കളറൊക്കെ ആഡ് ചെയ്യാറുണ്ട് ഇങ്ങനെ നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ, അതുപോലെ തന്നെ എന്തെങ്കിലും അതിനകത്ത് അഴുക്കുണ്ടെങ്കിൽ പോകാൻ, അതുപോലെ തന്നെ കൊള്ളില്ലാത്ത പയറുണ്ടെങ്കിൽ പോകാൻ, എന്തെങ്കിലും പയറല്ലാത്ത വേറെ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ പോകാനൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് നന്നായിട്ട് കഴുകി എടുക്കണം കേട്ടോ. അപ്പോൾ ഇത് കഴുകി എടുത്തിട്ട് നമുക്കിനി ഒന്ന് ഉണക്കി എടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് അതിന് പറ്റിയിട്ടുള്ള എന്തെങ്കിലും പാത്രത്തിലോ എന്തിലെങ്കിലും മുറത്തിലോ അങ്ങനെ ഉള്ള നിരപ്പാക്കി വെക്കാൻ പറ്റിയ എന്തെങ്കിലും ഒരു ഇതിൽ പയറെടുത്തിട്ട് നല്ല വെയിലത്ത് കൊണ്ടുപോയി വെക്കണം കേട്ടോ. അപ്പോൾ ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3 മണി 4 മണിയൊക്കെ ആകുമ്പോഴേക്കും നന്നായിട്ട് ഉണങ്ങി കിട്ടും. അങ്ങനെ ഒന്ന് ഉണക്കിയെടുക്കുക. അപ്പോൾ പയർ നല്ല ക്ലീനായി. ഇനി അതിനകത്ത് വേറെ ഒന്നും പ്രത്യേകിച്ച് ഉണ്ടാവില്ല. ഇനി നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മിക്സിയുടെ ജാറ് ഏതാണോ നല്ലതെന്ന് വെച്ചാൽ അതെടുക്കണം. അതായത് നന്നായിട്ട് പൊടിച്ചെടുക്കാൻ പറ്റിയ ഒരു ജാർ എടുക്കണം. അതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒരു അരിപ്പയിൽ കൂടി അത് അരിച്ചെടുക്കണം. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് പൗഡർ ആയിട്ടുണ്ടാവില്ല ചിലപ്പോൾ. അപ്പോൾ കുറച്ച് എന്താ പറയുക കട്ടിയുള്ള കഷ്ണങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇത് ഈ അരിച്ചെടുക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അടിയിലേക്ക് നല്ല പൗഡറായിട്ടുള്ളത് വീഴും, മേളിലേക്ക് ഒരു മഞ്ഞ ഷെയ്ഡുള്ളത് വരുന്നുണ്ട്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊടിയാത്ത ഭാഗമാണ്. അപ്പോൾ ഇതുണ്ട്, പൊടിയായിട്ടുള്ളത് നല്ല നൈസ് പൗഡറായിട്ട് വന്നിട്ടുണ്ട്. ബാക്കി ഭയങ്കര ഗ്രിപ്സ് ആയിട്ട് തരി പോലെയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ പൊടിയായിട്ടുള്ളതാണ് നമുക്ക് ഡെയിലി എന്താ പറയുക ഫേസ് വാഷിനോ അല്ലെങ്കിൽ ഹെയർ വാഷിനോ അല്ലെങ്കിൽ എന്താ പറയുക ഫേസ് പാക്കിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ആ പൊടി എടുത്തിട്ട് വേറൊരു കുപ്പിയിലാക്കി മാറ്റി വയ്ക്കുക. മറ്റേ തരികൾക്ക് വേറൊരു യൂസ് ഉണ്ട്, അത് നമുക്ക് വീഡിയോൻ്റെ ഇടയ്ക്ക് പറയാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ചെറുപയറിൻ്റെ പൊടി നമ്മൾ അരിച്ചപ്പോൾ കിട്ടിയതില്ല, അതാണ് ഇത്. അപ്പോൾ 2 കുപ്പിയിലാക്കി ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ഡെയിലി ഒരു ഫേസ് പാക്കായിട്ട് യൂസ് ചെയ്യാൻ ചെയ്യാം. ഇത് നമുക്ക് വീക്ക്ലി ഫേസ് പാക്ക് ഇടുന്നതിനൊപ്പം തന്നെ ഒരു സ്ക്രബായിട്ട് യൂസ് ചെയ്യാൻ ചെയ്യാം. അപ്പോൾ നന്നായിട്ട് നല്ലൊരു എഫക്റ്റ് തരുന്ന ഒരു സ്ക്രബായിരിക്കും ഇത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ ഫേസ് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ചെറുപയറിൻ്റെ പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ സ്കിൻ ടൈപ്പ് അനുസരിച്ചായിരിക്കണം ഓരോ ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്കതിന് പറയാം. അപ്പോൾ ഇപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് പാലാണ്, നമ്മുടെ സാധാരണ പാലില്ലേ, അതിൻ്റെ ഒരു 2 ടേബിൾ സ്പൂൺ പാല് ഞാൻ ഇതിൻ്റെ അകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് മിക്സ് ചെയ്തിട്ട് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ ഒരു ചെറുപയർ പൊടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫേസ് വാഷ് പൗഡറായിട്ടോ അതുപോലെ തന്നെ മുടിയിൽ എണ്ണയൊക്കെ കളയാൻ വേണ്ടി ഷാമ്പൂ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം കേട്ടോ, ഈ ഫേസ് പാക്കിനല്ലാതെ. അപ്പോൾ ഞാനിപ്പോൾ കുറേ നാളായിട്ട് ഈ ഒരു ചെറുപയർ പൊടി വെച്ചിട്ടാണ് എൻ്റെ മുഖം കഴുകുന്നത്. വേറെ സോപ്പോ ഫേസ് വാഷോ ഒന്നും ഇടാറില്ല. കുറേ നാളായിട്ട് ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഒരു വട്ടം റെഡിമെയ്ഡ് ഒരു പാക്കറ്റ് ചെറുപയർ പൊടി വാങ്ങിയപ്പോഴേക്കും എനിക്ക് പണി കിട്ടി. അതിനകത്ത് ചീത്തയായതായിരുന്നു എന്തോ തോന്നുന്നു, എനിക്ക് അത് റിയാക്ഷൻ ആയത്. കഴിഞ്ഞ് പിന്നെ വീട്ടിൽ ഉണ്ടാക്കണതാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഇത് ഉണ്ടാക്കാൻ തുടങ്ങിയത് വീട്ടിൽ. അപ്പോൾ നമുക്ക് നന്നായിട്ട് നമ്മുടെ ഓയിലി കളയുകയും ചെയ്യും, നന്നായിട്ട് അഴുക്കും മാറ്റും. നമ്മുടെ ഓയിലി സ്കിന്നാണെങ്കിലും കോമ്പിനേഷൻ സ്കിന്നാണെങ്കിലും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഫേസ് വാഷ് പൗഡറാണിത്. അതുപോലെ തന്നെ എല്ലാ സ്കിൻ ടൈപ്പിനും നന്നായിട്ട് സ്കിൻ ലൈറ്റൻ ചെയ്യാനും നമ്മുടെ പിമ്പിൾസിൻ്റെ ആക്നെയുടെയൊക്കെ മാർക്ക് നന്നായിട്ട് കുറയ്ക്കാനും വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണിത്. അപ്പോൾ എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ടബിൾ ആണ്. പിന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് ഇൻഗ്രീഡിയൻ്റ് ആണ് അതിൻ്റെ ബേസായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണമെന്നാണ്. അപ്പോൾ ഞാനിപ്പോൾ പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ സ്കിൻ ടൈപ്പിനും നമുക്കറിയാൻ പറ്റില്ല നമുക്ക് ഏതാണ് സ്യൂട്ടബിൾ ആവണേന്ന്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ഇൻഗ്രീഡിയൻസ് സ്യൂട്ടബിൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് എന്താ പറയുക ഫേസ് പാക്ക് ഉണ്ടാക്കി യൂസ് ചെയ്യും. ഇപ്പോൾ ലെമൺ ജ്യൂസോ തേനോ പാലോ തൈരോ അങ്ങനെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഫേസ് പാക്ക് ഉണ്ടാക്കുക. എന്നിട്ട് കുറച്ച് നേരം ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് ഡ്രൈ ആയി വരാൻ തുടങ്ങുമ്പോഴത്തേനും ഭയങ്കര ഉണങ്ങി പോകരുത്. അപ്പോൾ നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ട് ചുളിഞ്ഞു പോകും. അതൊന്ന് ജസ്റ്റ് ഒന്ന് വലിഞ്ഞ് തുടങ്ങുമ്പോൾ തന്നെ പതിയെ ഒന്ന് കഴുകിക്കളഞ്ഞ് കഴിയുമ്പോൾ തന്നെ നമുക്ക് നന്നായിട്ടൊരു റിഫ്രഷ്മെൻറ്റ് തോന്നും സ്കിന്നിന് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടിപ്പ് ഹെൽപ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ.